Hello, in this section we are discussing about the multiplier effects of tourism. ടൂറിസം എന്നത് ഒരു മൾട്ടി ഫേസഡ് ആയിട്ടുള്ള ഇന്റർ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണ്. അതിന് ഒത്തിരി പൊട്ടൻഷ്യൽസ് ഉണ്ട്. ഇൻകം ജനറേറ്റ് ചെയ്യാനും എംപ്ലോയ്മെന്റ് ഉണ്ടാക്കാനും. ഇൻകവും എംപ്ലോയ്മെന്റും ടൂറിസത്തിൽ ഡയറക്റ്റ് ആയിട്ടും ഉണ്ടാക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ടും ഉണ്ടാകുന്നുണ്ട്. പല രാജ്യങ്ങളിലും ടൂറിസം എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. ടൂറിസം ഒത്തിരി മൾട്ടിപ്ലയർ ഇഫക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ഒരു ടൂറിസ്റ്റ് ജനറേറ്റിംഗ് സെന്ററിൽ നിന്നും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്ററിലോട്ട് മണിയുടെ ഫ്ലോ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സെക്ടേഴ്സ് ഒരു ഇക്കോണമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഇക്കണോമിക് ഡെവലപ്മെന്റിന് കാരണമാവുന്നുണ്ട്. ഇനി ടൂറിസം എന്ന് പറയുന്നത് ഒരു ടെറിഷറി സെക്ടർ ആയതുകൊണ്ട് തന്നെ അത് ടെറിഷറി സെക്ടറിൽ മാത്രമല്ല പക്ഷേ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് പ്രൈമറി സെക്ടറിലും സെക്കൻഡറി സെക്ടറിലെ ഗ്രോത്തിലൂടെ ടൂറിസം അഷ്യൂർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടൂറിസത്തിൻ്റെ ഈ ഒരു മൾട്ടി ഡയമെൻഷണൽ ഇക്കണോമിക് ഇഫക്റ്റിന് നമുക്ക് മൾട്ടിപ്ലയർ ഇഫക്റ്റ് എന്ന് പറയാം. മൾട്ടിപ്ലയർ ഇഫക്റ്റ് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്ന ഒരു മണി ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമിയിൽ എത്രത്തോളം സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് ഒരു ടൂറിസ്റ്റ് ഒരു ഹോട്ടലിൽ അദ്ദേഹത്തിന് മണി സ്പെൻഡ് ചെയ്യാണ്. അദ്ദേഹത്തിന് ഫുഡിന് അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, സർവീസിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡയറക്റ്റ് ബെനിഫിറ്റ് കിട്ടുകയാണ്. അവർക്ക് അതിൻ്റെ സാലറി ആയിട്ടോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ് ആയിട്ടോ ഒക്കെ അതിൻ്റെ ലാഭം അവർക്ക് കിട്ടുകയാണ്. ഒപ്പം തന്നെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. കാരണം അവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന മറ്റ് ഏതെങ്കിലും ഒരു ലോക്കൽ മെർച്ചൻ്റ് ആയിരിക്കാം, അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റാരെങ്കിലും ആയിരിക്കാം. അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഇതിൽ നിന്നും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എത്രത്തോളം ഒരു ടൂറിസ്റ്റ് ഒരു ഇക്കോണമിയിൽ ഒരു മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യുന്നു, അത് ഡയറക്റ്റ് ആയിട്ടും ഒപ്പം തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും ആ ഇക്കോണമിയിൽ സ്പെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സെക്കൻഡറി എംപ്ലോയ്മെൻറ്റും അവിടെ കൂടുകയാണ്. പക്ഷേ ഇതൊരു ലീക്ക് വരുന്നത്, ഒരു മൾട്ടിപ്ലയർ എഫക്റ്റിന് ലീക്ക് വരുന്നത് ഇമ്പോർട്ട് കൂടുമ്പോൾ മാത്രവും നമ്മൾ കൂടുതലായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും മാത്രമാണ്. അല്ലാത്ത പക്ഷം ആ രാജ്യത്ത് ഇപ്പോൾ ടൂറിസ്റ്റ് കൂടുതലായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ആ ഇക്കോണമിയിൽ തന്നെ നിലനിർത്തുകയും കൂടുതലായിട്ട് ആ രാജ്യത്തിലുള്ളവർക്ക് അത് ബെനിഫിറ്റ് ആവുകയും ചെയ്യും. മൾട്ടിപ്ലയർ എഫക്റ്റ് രണ്ട് രീതിയിലാണ് നേട്ടം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഡയറക്റ്റിന്റെ കാര്യം പറഞ്ഞു, നേരിട്ട് നമുക്ക് ജോലി കിട്ടുകയാണ്, നേരിട്ട് ഇൻകം കിട്ടുകയാണ്. ഇനി സെക്കൻഡറി ഇഫക്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് ഇൻഡയറക്റ്റ് ഇഫക്റ്റ്, തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ ഒരു സ്ഥലത്ത് കൂടുതലായിട്ട് സെയിൽ ചെയ്യോ ജോബ് ക്രിയേറ്റ് ചെയ്യോ ഇൻകം ചെയ്യുന്നത് തൊട്ട് ബാക്കിലുള്ള അതിനെ ലിങ്കേജ് ചെയ്തിട്ടുള്ള മറ്റു സെക്ടേഴ്സിന് ഒരു ചേഞ്ച് ഉണ്ടാക്കുകയാണെങ്കിൽ, എക്സാമ്പിൾ നേരത്തെ പറഞ്ഞത് ഒരു ഹോട്ടൽ സ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ ആ ഹോട്ടൽ പർച്ചേസ് ചെയ്യുന്ന ഒരു മെർച്ചൻറ്റിൻ്റെ ആ ഒരു ഇക്കോണമിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻകത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അത് കാരണം കുറച്ച് പേർക്ക് ജോബ് കിട്ടുകയാണ്, ഒരു ബാക്ക്വേർഡ് ആയിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നെങ്കിൽ അതിനെയാണ് ഇൻഡയറക്റ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്ഡ് എഫക്റ്റ്. ഇൻഡ്യൂസ്ഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് സ്പെൻഡ് ചെയ്യുന്ന മണി ഒരു റീജിയനിലെ സെയിൽസിലോ ഇൻകത്തിലോ ജോബിലോ മാറ്റം വരുത്തുന്നതിനാണ് പറയുന്നത്. ഇപ്പം ഇൻഡ്യൂസ്ഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇക്കോണമിയിൽ സ്പെൻഡ് ചെയ്യുന്ന മണി ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഒരു ഹൗസ് ഹോൾഡോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫക്റ്റാണ് ഇൻഡ്യൂസ്ഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരിട്ട് അദ്ദേഹം ഒരു ഹോട്ടലിൽ ചെലവഴിക്കുന്നു, അപ്പോൾ ഹോട്ടലിലുള്ള വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അത് ചെലവഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഹോട്ടലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ബാക്ക്വേർഡ് ലിങ്ക്ഡ് ഫേംസിലുള്ള വ്യക്തികൾ അവരുടെ ഹൗസ് ഹോൾഡ് പർപ്പസിനോ അല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ പർപ്പസിനോ ഒക്കെ വേണ്ടി ചെലവഴിക്കുമ്പോൾ അതിനെ ഇൻഡ്യൂസ്ഡ് ഇഫക്റ്റ് എന്ന് പറയുന്നു. ടൂറിസം എക്സ്പെൻഡിച്ചർ ആൻഡ് മൾട്ടിപ്ലയർ. ടൂറിസം എക്സ്പെൻഡിച്ചർ ആൻഡ് മൾട്ടിപ്ലയറിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം: ഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻഡ്യൂസ്ഡ് എക്സ്പെൻഡിച്ചർ. ഏതൊക്കെ രീതിയിലാണ് ടൂറിസ്റ്റ് എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് ഈസ് ഡയറക്റ്റ് ടൂറിസം എക്സ്പെൻഡിച്ചർ. ഡയറക്റ്റ് ഒരു ടൂറിസ്റ്റ് ഗുഡ്സിനും സർവീസിനും ഏതെങ്കിലും ഹോട്ടൽസിലോ ഷോപ്സിലോ ടൂറിസം റിലേറ്റഡ് സർവീസിനോ ടിക്കറ്റിനോ ഒക്കെ വേണ്ടി ചെലവഴിക്കുന്നതിനെയാണ് ഡയറക്റ്റ് ടൂറിസം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അവിടെ ഡയറക്റ്റ് റവന്യൂ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ടൂറിസം എക്സ്പെൻഡിച്ചർ. ഇൻഡയറക്റ്റ് ടൂറിസം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ടൂറിസം എക്സ്പെൻഡിച്ചർ വഴി ലഭിക്കുന്ന ട്രാൻസാക്ഷൻ എമൗണ്ട് മറ്റേതെങ്കിലും ബിസിനസ്സിന് വേണ്ടി ചിലവഴിക്കുന്നു. ഇതിനെ മറ്റൊരു പേരെന്ന് പറയുന്നത് ഇനിഷ്യൽ പ്രോസസ് ഓഫ് റീസ്പെൻഡിങ് എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹോട്ടലിൽ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പൈസ ചിലവാക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതൊക്കെ ഇൻഡയറക്റ്റ് ടൂറിസം എക്സ്പെൻഡിച്ചർ ആണ്. Then induced tourism expenditure.
ഡയറക്റ്റ് ടൂറിസം എക്സ്പെൻഡിച്ചർ വഴി കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻകം അവർ കൂടുതലായിട്ട് അവരുടെ കൺസംഷൻ പർപ്പസിന് വേണ്ടി ചെലവഴിക്കുന്നെങ്കിൽ അതിനെ ഇൻഡ്യൂസ്ഡ് ടൂറിസം എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഇതിനെ സെക്കൻഡറി പ്രോസസ് എന്നും പറയും. ഫോർ എക്സാമ്പിൾ, ഒരു ഹോട്ടലിലുള്ള എംപ്ലോയിക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന സാലറിയിൽ നിന്ന് അദ്ദേഹം ലോക്കലായിട്ട് ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിനാണ് ഇൻഡ്യൂസ്ഡ് ടൂറിസം എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്.